welcome to my channel. അപ്പോൾ നമ്മളിതാ നമ്മുടെ തെർമോഡൈനാമിക്സിന്റെ നെക്സ്റ്റ് പോർഷനിലേക്കാണ്. വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എൻതാൽപ്പി. യൂഷ്വലി ഇതിലൊക്കെ ഡെറിവേഷൻ പാർട്ടായിട്ട് പ്രോബ്ലം ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയയാണ്. നല്ലോണം ശ്രദ്ധിച്ചോളൂ. പിന്നെ കൂടെ എഴുതാൻ ശ്രമിക്കുക. പിന്നെ എന്നും പറയാറുണ്ട് ഫോർമുലാസ് ഒക്കെ എപ്പോഴും കെമിസ്ട്രിയുടെ ബാക്കിൽ ഇതൊക്കെ മുന്നേക്കെ പറഞ്ഞിട്ടുണ്ട്. 10th പറയുമ്പോൾ എടുക്കാറുണ്ട്. ഫോർമുലാസ് ഒക്കെ എപ്പോഴും ടെക്സ്റ്റ് നോട്ടിന്റെ ബാക്കിൽ ഇങ്ങനെ കോളമാക്കി എഴുതി വെച്ചാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു വെൻ യു ഗോയിങ് ഫോർ ദ എക്സാം. നിങ്ങൾക്ക് ജസ്റ്റ് മറച്ചു നോക്കിയാൽ മതി. അപ്പൊ ഒരു ഐഡിയയും കിട്ടും. അപ്പൊ ഇതിന്റെ ഡെറിവേഷനും എന്നോടൊപ്പം തന്നെ പഠിച്ചോളൂ. അപ്പൊ എന്താണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്? എന്താണ് എൻതാൽപ്പി എന്നുള്ളത് അല്ലെ? എൻതാൽപ്പിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ പഠിച്ച അതേപോലെ ഓരോ കോൺസെപ്റ്റും ഇമ്പോർട്ടന്റ് ആണ്. ഇന്റേണൽ എനർജിന്റെ ആ ഒരു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വെച്ചിട്ടുള്ള ആ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ നമ്മൾ നോക്കാം എങ്ങനെയാണ് എൻതാൽപ്പിയിലേക്ക് എത്താനുള്ളത്. നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയാം യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു ആണ് അല്ലേ. എന്നിട്ട് നമ്മളിപ്പം അതിന് ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഡെൽറ്റ വി എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി ഡെൽറ്റ വി അല്ലേ. നമുക്കറിയാം if there is a change in volume it is usually given by delta V and delta is equal to Q minus P delta V. ഇനിയിപ്പം നമ്മളൊരു പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുമ്പം വോളിയം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇഫ് ദ വോളിയം ഇസ് കോൺസ്റ്റന്റ് ഇഫ് ഐ എം ക്യാരിങ് ഔട്ട് എ പ്രോസസ് ഇൻ വിച്ച് ദ വോളിയം ഇസ് കെപ്റ്റ് കോൺസ്റ്റന്റ് അറ്റ് ദാറ്റ് ടൈം ദ ഇക്വേഷൻ വിൽ ബി ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ. കാരണം ഡെൽറ്റ വി എന്ന് പറയുന്നത് V2 മൈനസ് V1 ആണ്. വോളിയം കോൺസ്റ്റന്റ് ആന്ന് പറഞ്ഞാൽ ആദ്യം 5 ml ഉള്ളത് രണ്ടാമതും 5 ml, അതായത് ഫസ്റ്റ് തുടങ്ങുമ്പോൾ 5 ml ഉള്ളത് ഫൈനലിലും 5 ml ആണെങ്കിൽ ദറ്റ് വിൽ ബി 0. സോ ഡെൽറ്റ വി വിൽ ബി 0. അറ്റ് ദാറ്റ് ടൈം പി ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 0. സോ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ അറ്റ് കോൺസ്റ്റന്റ് വോളിയം. ഈ താഴെ വി എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം heat, that is heat absorbed by the system at constant volume is equal to the change in internal energy. അതായത് സിസ്റ്റം അബ്സോർബ് ചെയ്ത് ഹീറ്റ് കോൺസ്റ്റന്റ് വോളിയത്തിൽ അത് ഇന്റേണൽ എനർജി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ബട്ട് യൂഷ്വലി നമ്മളെ പ്രോസസ്സിൽ അതായത് നമ്മളൊരു ലബോറട്ടറിയിൽ ഞാനൊരു പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുമ്പം അവിടെ വോളിയം അല്ല യൂഷ്വലി കോൺസ്റ്റന്റ് ആവുക. കാരണം വോളിയം ക്യാൻ ചേഞ്ച് വെൻ വി ആർ ഡൂയിങ് ആൻ എക്സ്പെരിമെന്റ് ഇൻ എ കോണിക്കൽ ഫ്ലാസ്ക് ഓർ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. there the pressure will be constant. കാരണം നമ്മുടെ ലബോറട്ടറിൻ്റെ അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് നമ്മൾ അധിക റിയാക്ഷൻസും ക്യാരി ഔട്ട് ചെയ്യുക. അപ്പോഴൊക്കെ നമ്മുടെ പ്രഷർ ആയിരിക്കും അവിടെ കോൺസ്റ്റന്റ് ആയിട്ടുണ്ടായിരിക്കുക. ആരല്ല അവിടെ കോൺസ്റ്റന്റ് ഉള്ളത്? വോളിയം അല്ല കോൺസ്റ്റന്റ് ആയിട്ടുണ്ടായിരിക്കുന്നത്. അപ്പം നമ്മൾ ഇക്വേഷൻ ഈ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ വി എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി ഇതല്ല നമ്മുടെ ലബോറട്ടറിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. വി നോ ദാറ്റ് വി വിൽ ബി കീപ്പിംഗ് പ്രഷർ ആസ് കോൺസ്റ്റന്റ് പി ഡെൽറ്റ വി. അവിടെ വോളിയം ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇനി ഈ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ വൃത്തിക്ക് എഴുതുകയാണ്. ഡെൽറ്റ യു എന്ന് പറഞ്ഞാൽ എനിക്കറിയാം U2 മൈനസ് U1 ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് പി വി എന്ന് പറഞ്ഞ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ V2 മൈനസ് V1. എൻ്റെ കൂടെ തന്നെ എഴുതുകയാണെങ്കിൽ അത്രയും നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ദെൻ U2 മൈനസ് U1 ഇസ് ഈക്വൽ ടു ക്യൂ മൈനസ് ഈ പി രണ്ടാൾക്കും കോമൺ ആണ്. സോ ഐ ക്യാൻ റൈറ്റ് PV2. ഇവിടെ മൈനസ് പി ആണ്, ഇവിടെ മൈനസ് V1 ആണ്. ഈ മൈനസ് പി ഉള്ളോട്ട് പോകുമ്പം ഇവിടെയുള്ള മൈനസും ഈ മൈനസും കൂടെ പ്ലസ് PV1. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാം. 2 ഉള്ള ആൾക്കാരൊക്കെ ഒരുമിച്ച് 1 ഉള്ള ആൾക്കാരൊക്കെ ഒരുമിച്ച്. അപ്പം ഞാൻ U2 ഇതിനെങ്ങോട്ട് കൊണ്ടുവരും. അപ്പം U2 മൈനസ് PV2 ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് V2 ഓക്കെ മൈനസ് U1 ഇവിടെ ഒരാളുണ്ട് മൈനസ് PV1 അപ്പം പ്ലസ് PV1. അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ അതെന്താവും? മൈനസ് PV1 ഇസ് ഈക്വൽ ടു ക്യൂ ആണല്ലോ. ഇവരിപ്പം നോക്കൂ, ഇവർ കറക്റ്റ് ഒരു നല്ല ഭംഗിയുണ്ട്. ക്യൂ പ്ലസ് PV2. ഇവർ നോക്കൂ മൈനസ് U1 മൈനസ് P1. അതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാലോ. എങ്ങനെ? U2 പ്ലസ് PV2 മൈനസിനെ ഞാൻ അങ്ങ് പുറത്തെടുത്തു. മൈനസിനെ പുറത്തെടുത്ത U1ൻ്റെ മൈനസ് പുറത്തേക്ക് വന്ന U1 വിൽ ബി പോസിറ്റീവ്. ഈ മൈനസിനെയും പുറത്തേക്ക് എടുത്താൽ മൈനസ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താവും? പ്ലസ്. അപ്പം ഇത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ, കറക്റ്റ് ആവുന്നില്ലേ? PV1 ഇസ് ഈക്വൽ ടു ക്യൂ. ഇനി ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ ടേം. അതായത് ഇന്റേണൽ എനർജി പ്ലസ് പ്രഷർ വോളിയം മൈനസ് ഇന്റേണൽ എനർജി പ്ലസ് പ്രഷർ വോളിയം ഇസ് ഈക്വൽ ടു ക്യൂ. ഈ ഒരു ടേമിന് വി ആർ ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ, അതായത് ഈ ഒരു പോർഷന് നമ്മളൊരു പുതിയ ടേം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് എൻതാൽപ്പി. എന്താണ്
Enthalpy, it's a Greek word and its meaning is something related to heat content. ആ ഒരു ഗ്രീക്ക് വേർഡ് എന്നാണ് എൻതാൽപ്പി എന്ന് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം തന്നെ ഹീറ്റ് കണ്ടന്റ്. അത് തന്നെയാണ് എൻതാൽപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം. എന്താണ് ഹീറ്റ് കണ്ടന്റ് ഓഫ് എ സിസ്റ്റം? ഒരു സിസ്റ്റത്തിൻ്റെ ഹീറ്റ് കണ്ടന്റിനെ പറയുന്ന പേരാണ്. അപ്പോൾ ഇതിനെ നമ്മൾ U2 + PV2ന് നമ്മൾ കൊടുക്കുകയാണ് H എന്നാണ് എൻതാൽപ്പി റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടിലും 2 ഉള്ളതുകൊണ്ട് H2 - H1 = Q. ഇതെന്ത് എഴുതണമെന്ന് അറിയാം. ഇവിടെ ഒരു സാധനം ഞാൻ എഴുതാൻ വിട്ടുകൊണ്ട് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്, നമ്മൾ കോൺസ്റ്റൻറ്റ് പ്രഷറാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു QP എഴുതിയേക്കണം കേട്ടോ. ഓർ ഡെൽറ്റ H = QP. Very important equation and derive. Delta H = QP. H is known as enthalpy or the heat content of the system. The change in heat content of a system is equal to the heat absorbed by the system at constant pressure. അപ്പോൾ നമുക്കറിയാം change in internal energy at constant pressure is equal to the heat absorbed by the system എന്നൊക്കെ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തു. ഇനി എന്താണ് എൻതാൽപ്പിക്ക് ഒരു ഫോർമുല വേണ്ടേ? H = ഇതാ കണ്ടോ U + PV. ഇതാണ് internal enthalpy എന്ന് പറയുന്നത്. So what is meant by enthalpy? Enthalpy is the sum of internal energy and the pressure volume work done on the system. That is H = U + PV. അപ്പോൾ ചേഞ്ച് ഇൻ എൻതാൽപ്പി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? For a system with a system at constant pressure, the change in enthalpy is equal to delta H = delta U + P delta V. ഇപ്പോൾ എത്രയൊക്കെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തു? ഡെൽറ്റ H = delta U + P delta V. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? H = that is H2 - H1 = QP, H = U + PV, delta H = delta U + P delta V. അപ്പോൾ എന്താണ് എൻതാൽപ്പി? എൻതാൽപ്പി is called as the heat content of the system, which is the sum of the internal energy and pressure volume energy. ഇപ്പോൾ നമുക്ക് കിട്ടി ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി ഓർ എൻതാൽപ്പി. ഇന്റേണൽ എനർജി അല്ല, ചേഞ്ച് ഇൻ എൻതാൽപ്പി is equal to the heat absorbed by the system at constant pressure. അല്ലേ? ഇത് കിട്ടിയല്ലോ. അപ്പം നമ്മളോട് ക്വസ്റ്റ്യൻ വെദർ എൻതാൽപ്പി is a state function. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എൻതാൽപ്പി ഇങ്ങനെ തന്നെ ചോദിക്കാം. The change in enthalpy is equal to the heat absorbed by the system at constant pressure. നമുക്കറിയാം ഹീറ്റ് എന്ന് പറയുന്നത് എന്ത് ഫംഗ്ഷൻ? ഇറ്റ്സ് എ പാത്ത് ഫംഗ്ഷൻ. ദെൻ വാട്ട് അബൌട്ട് ദിസ് എൻതാൽപ്പി? വെദർ ഇറ്റ് ഇസ് എ പാത്ത് ഫംഗ്ഷൻ ഓർ എ സ്റ്റേറ്റ് ഫംഗ്ഷൻ? നമുക്കറിയാം ഡെൽറ്റ ചേഞ്ച് ഇൻ എൻതാൽപ്പി Qക്ക് ഈക്വൽ ആണ്. Q എന്ന് പറയുന്നത് പാത്ത് ഫംഗ്ഷൻ. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് വിചാരിക്കും? എൻതാൽപ്പി എന്തായിരിക്കും? പാത്ത് ഫംഗ്ഷൻ. നോ, എൻതാൽപ്പി ഈസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇന്റേണൽ എനർജി, പ്രഷർ, വോളിയം, എനർജി. All these are എന്താണ്? ഇറ്റ്സ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ഇന്റേണൽ എനർജി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണ്. പ്രഷർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും ഓർമ്മയുണ്ടല്ലോ. സ്റ്റേറ്റ് ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ദി പാത്ത് ത്രൂ വിച്ച് ഇറ്റ് ഹസ് അറ്റൈൻഡ്. അതാണ് ഇന്റേണൽ എനർജിയും പ്രഷറും വോളിയം ഒന്നും നമുക്ക് ഇനീഷ്യലും ഫൈനലും മതി. അത് എങ്ങനെ അവിടെ എത്തി എന്നുള്ളത് നമുക്കില്ല. ബട്ട് ഹീറ്റ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ പാത്ത് ഫംഗ്ഷൻ. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി പാത്ത് ത്രൂ വിച്ച് ഇറ്റ് ഹസ് അറ്റൈൻഡ്. അപ്പോൾ ഡെൽറ്റ എച്ച് Qക്ക് ഈക്വൽ ആണെങ്കിൽ പോലും ഡെൽറ്റ H എന്ന് പറയുന്നത് എൻതാൽപ്പി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ ബിക്കോസ് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇന്റേണൽ എനർജി ആൻഡ് പ്രഷർ വോളിയം എനർജി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നിന്ന് ചോദിക്കാനുള്ളത്. വാട്ട് ഈസ് മെന്റ് ബൈ എൻതാൽപ്പി? ഡിറൈവ് എൻ ഇക്വേഷൻ showing delta H = delta U + PV or delta H = QP. ഇതൊക്കെ ഇവിടുന്ന് ചോദിക്കാൻ പറ്റിയ നല്ല ക്വസ്റ്റ്യനാണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇത്രയും മനസ്സിലായോ? ഇനിയും ഇതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ അതും ഇതൊക്കെ റിലേറ്റ് ചെയ്ത് ഡെറിവേഷൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതുവരെ ക്ലിയർ ആയത് സുഖമാണ്. അതായത് നമ്മൾ ആദ്യം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, പിന്നെ ഡെൽറ്റ U = Q - ഇത് എഴുതണം എന്നില്ല കേട്ടോ. ഇത് ഞാൻ പറഞ്ഞു എറ്റ് കോൺസ്റ്റന്റ് വോളിയം ആണെങ്കിൽ ഡെൽറ്റ U = QV. പക്ഷേ കോൺസ്റ്റന്റ് വോളിയമിലൊരു കേസ് നമുക്ക് ലബോറട്ടറിയിൽ വളരെ കുറച്ചാണ് നടക്കാറ്. അപ്പം നമ്മൾ കോൺസ്റ്റന്റ് പ്രഷറിൻ്റെ ഫോർമുല തന്നെ വെച്ചു. എന്നിട്ട് നമ്മൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് എഴുതി. എന്നിട്ട് ഈ രണ്ടുള്ള ആൾക്കാരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുവന്നു, ഒന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് H2 - H1 ഈ ഒരു ടേമിനെയാണ് നമ്മൾ എൻതാൽപ്പി എന്ന് പറയുന്നത്. സം ഓഫ് ദി ഇന്റേണൽ എനർജി ആൻഡ് ദി പ്രഷർ വോളിയം എനർജി
അപ്പോൾ നമ്മൾ എന്ത് എഴുതി H2 minus H1 is equal to QP എന്ന് എഴുതി കഴിഞ്ഞു. ദാറ്റ് ഈസ് ഹീറ്റ് അബ്സോർബ് ബൈ ദ സിസ്റ്റം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. Delta H is equal to QP. അപ്പോൾ നമുക്കറിയാം H is equal to U plus PV ആണ്. For a small change in the volume, then delta H is equal to, there will be a change in enthalpy. Delta H is equal to delta U plus P delta V. ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ, മനസ്സിലായല്ലോ. ഇനി Hന് വാല്യൂ ഉണ്ട്, നമ്മൾ Qക്കും Wക്കും ഒക്കെ വാല്യൂ പറഞ്ഞു. ഫോർ എൻ എക്സോതെർമിക് റിയാക്ഷനും എൻഡോതെർമിക് റിയാക്ഷനും എന്താണ് എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് നിങ്ങൾക്ക് അറിയുന്നതാണ്. ഞാൻ എപ്പോഴും പറയും എക്സിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് അല്ലേ, എക്സിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക്. അപ്പോൾ എക്സോതെർമിക് എന്താ, ദ ഹീറ്റ് ഇസ് ഗിവൺ ഔട്ട് ബൈ ദ സിസ്റ്റം. എൻഡോ നമ്മൾ മലയാളത്തിൽ എന്താ പറയുക, എൻ്റെ അടുത്തേക്ക് എൻഡോ. ഞാനിതിങ്ങനെ ഒരു കോഡ് വെച്ചിട്ടാണ് ആലോചിക്കാറ്. എൻഡോ എന്ന് പറഞ്ഞാൽ എൻഡോതെർമിക്, ഹീറ്റ് ഇസ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം. ഹീറ്റ് ഇസ് ഗിവൺ ഔട്ട് ബൈ ദ സിസ്റ്റം, then it is called exothermic. When heat is absorbed by the system, then it is endothermic. For exothermic reaction, H is ഹെക്സോതെർമിക്കിന് H നെഗറ്റീവും എൻഡോതെർമിക്കിന് H പോസിറ്റീവുമാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. പ്രോബ്ലം ഒക്കെ ചോദിക്കുമ്പോൾ എക്സോ ആണോ എൻഡോ ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഇതാണ് ഇതിൻ്റെ സിമ്പിൾ. സോ H ഇസ് പോസിറ്റീവ് ഫോർ എൻഡോതെർമിക് ആൻഡ് H ഇസ് നെഗറ്റീവ് ഫോർ എക്സോതെർമിക് റിയാക്ഷൻ. ഇത്രയും കാര്യം ക്ലിയർ ആയാലും ഇനി അടുത്ത ഡെറിവേഷൻ എൻതാൽപ്പി വെച്ചിട്ട് തന്നെ ഒരു ഡെറിവേഷനും കൂടെ ഉണ്ട്. നമ്മളൊരു ഗേഷ്യസ് റിയാക്ഷൻ കൺസിഡർ ചെയ്യണം. വി ആർ കൺസിഡറിങ് എ ഗേഷ്യസ് റിയാക്ഷൻ. എ പ്രോസസ് ഇസ് ക്യാരിങ് ഔട്ട് ഇൻ എ ഗേഷ്യസ്, അതായത് ഒരു ഗേഷ്യസ് സിസ്റ്റത്തിലാണ് ഇപ്പോൾ ഒരു പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യുന്നതെങ്കിൽ എ എന്ന് പറഞ്ഞൊരു റിയാക്ടൻ, ഗേഷ്യസ് റിയാക്ടൻ, ബി എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ആയിട്ട് മാറാണ്. ഗേഷ്യസ് സിസ്റ്റമാണ്. ഇഫ് വി എ ഇസ് ദ വോളിയം ഓഫ് ദ റിയാക്ടൻ ആൻഡ് വി ബി ഇസ് ദ വോളിയം ഓഫ് ദി പ്രോഡക്റ്റ് ആൻഡ് എൻ എ ഇസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ റിയാക്ടൻ ആൻഡ് എൻ ബി ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ പ്രോഡക്റ്റ് ഫോം. ആൻഡ് ദിസ് പ്രോസസ് ഇസ് ക്യാരിഡ് ഔട്ട് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഈ ഒരു പ്രോസസ്സ് കോൺസ്റ്റൻറ്റ് പ്രഷറിലാണ്, അതായത് പി എന്ന് പറഞ്ഞ പ്രഷറിലാണ് ക്യാരി ഔട്ട് ചെയ്തതെങ്കിൽ വി നോ ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. അപ്പോൾ ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നത്, അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചറാണ്, ടെമ്പറേച്ചറിലും മാറ്റമില്ല. അപ്പോൾ പി വി എ റിയാക്ടൻ ഇസ് ഈക്വൽ ടു എൻ എ, ആറ് കോൺസ്റ്റൻ്റ് ആണ്, ടിയും കോൺസ്റ്റൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. ദെൻ പി വി ബി ഇസ് ഈക്വൽ ടു എൻ ബി ആർ ടി. എന്താ ഇപ്പം ഞാൻ ചെയ്യുന്നത്, ഐ എം കൺസിഡറിങ് എ ഗേഷ്യസ് സിസ്റ്റം with volume A, gaseous system in which a gaseous reaction is carrying out, and A is the reactant and B is the product. Then VA is the volume of the reactant, VB is the volume of the product, Na is the number of moles of the reactant A and the number of moles of the product is NB. This process is carried out at constant pressure and temperature. We know that for ideal gas PV is equal to nRT. So we have written the equation PVA is equal to NART, PVB is equal to NBRT. Now what I am going to do is that I am just subtracting equation 2 from 1. No, equation I am subtracting 1 from 2. അങ്ങനെയല്ലേ പറയാം. So PVB minus PVA ഇവിടെ സബ്ട്രാക്ട് ചെയ്യണം, അതായത് ഫൈനൽ, അതായത് ഈ പ്രോഡക്ട്സിൽ നിന്ന് നമുക്ക് റിയാക്റ്റൻസിൻ്റെ അതായത് ഇതിലുള്ള വേരിയബിൾസ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ PVB minus PVA is equal to NBRT minus NART. അപ്പോൾ ഇതിനെ ഞാൻ ഒന്നുകൂടെ ബ്യൂട്ടിഫുൾ ആക്കി എഴുതുക, PVB minus VA is equal to NB. ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് ആറും ടിയും കോൺസ്റ്റൻ്റ്, അപ്പോൾ ആറിനെയും ടീനെയും പുറത്തേക്ക് എടുത്തിട്ട് NB മൈനസ് NA എന്ന് കൊടുത്തു. ഓക്കെ, എനിക്കിതിനെ എഴുതാം P ഡെൽറ്റ V ഇസ് ഈക്വൽ ടു RT ഇൻറ്റു ഡെൽറ്റ NG എന്നത് ഫോർ ദ ഗേഷ്യസ് സിസ്റ്റം ആയതുകൊണ്ട് NG എന്ന് എഴുതി. P ഡെൽറ്റ V ഇസ് ഈക്വൽ ടു RT ഡെൽറ്റ N. എനിക്ക് ഈ എൻതാൽപ്പിൻ്റെ ഇക്വേഷനിൽ P ഡെൽറ്റ വിക്ക് പകരം ഇതൊന്ന് കൊടുത്തു നോക്കിക്കൂടെ. That is delta H is equal to delta U plus P delta V ക്ക് പകരം എനിക്ക് ഇവിടെ എന്ത് കിട്ടി, RT delta NG. This is another equation for enthalpy in case of an ideal gas. എന്തൊക്കെയാണ്, delta H is equal to delta U plus RT into NG. Where NG എന്താണ്, the change in number of moles of the reactants and the product. Change in enthalpy is equal to change in internal energy plus universal gas constant, T is the temperature, and delta N. അപ്പോൾ ഈ ഒരു ഇക്വേഷനും കൂടെ നമുക്ക് കിട്ടിയല്ലോ, മനസ്സിലായോ?
സോ നമുക്ക് എന്തൊക്കെ ഇക്വേഷൻ കിട്ടി? ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി എന്ന് കിട്ടി, ഡെൽറ്റ ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി കിട്ടി, പിന്നെ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് കിട്ടി. ഓർ ഇൻ കേസ് ഓഫ് ഗ്യാസസ് ഡെൽറ്റ യു പ്ലസ് ആർ ടി ഡെൽറ്റ എൻ ജി. പി വിക്ക് പകരം എൻ ആർ ടി എന്ന് കൊടുത്തില്ല, ഇല്ല ഡെൽറ്റ എൻ എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻതാൽപ്പി എന്നതുള്ളത് പഠിക്കാനുള്ള. അപ്പോൾ എന്താണ് എൻതാൽപ്പി, എന്താണ് അതിൻ്റെ ഡെറിവേഷൻ, ഹൗ വി ക്യാൻ ഡിറൈവ് ദ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ക്യൂ പി ഓർ എച്ച് ഇസ് ഈക്വൽ ടു യു പ്ലസ് പി വി, ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി വി, ഓർ വി ക്യാൻ ഡിറൈവ് ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ആർ ടി ഡെൽറ്റ എൻ ജി. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പോൾ ഇന്ന് ഇത്രയേ എടുക്കണുള്ളൂ. വാട്ട് ഇസ് മെൻ ബൈ എൻതാൽപ്പി. കാരണം ഇത് നല്ലോണം പഠിക്കണം. ഇന്ന് തന്നെ ഈ ഡെറിവേഷൻ ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഒരു ബുക്കിൽ എഴുതി നോക്കി പഠിക്കുക. കാരണം ഒരു 2 to 3 മാർക്സിനൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ഏരിയയാണ്. അപ്പോൾ ഇന്ന് ഇത്രേ എടുക്കണുള്ളൂ. അടുത്ത ടോപ്പിക് ഇന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കാരണം ഞാൻ അടുത്ത ടോപ്പിക് ഇതിലെടുത്തു കഴിഞ്ഞാൽ ടോപ്പിക് അങ്ങ് വലുതാവും, വീഡിയോ വലുതാവും, നിങ്ങൾക്ക് ബോറടിക്കും. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ടോപ്പിക് എടുക്കും. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. മനസ്സിലാവാത്ത കാര്യം കമൻസിൽ ഇട്ടോളൂ, ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.